ചില മനുഷ്യർ ബോധപൂർവമായ ഇടപെടൽ കൊണ്ട് സമ്പത്തും അധികാരവും വിജയവും അടിക്കടി നേടുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ഇതൊന്നും നേടാനാകാതെ എപ്പോഴും സ്വയം പഴിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ വേറെ ചിലരാകട്ടെ തൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പരാജയത്തിൻ്റെ ഭീതിയിൽ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഒരേ പവർ തന്നെയാണുള്ളത്, ഒരേ ശക്തി തന്നെയാണുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത് ശാരീരികമായി വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം ശാരീരികമായിട്ടാണെങ്കിൽ ശക്തി ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് പൊക്കുകയാണെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു വസ്തു നമ്മളെടുത്ത് പൊക്കുകയാണെങ്കിൽ അതിൽ മത്സരിക്കുന്നവൻ വിജയി എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി എല്ലാവരും പ്രയത്നിക്കും. അതിന് നമുക്ക് എന്താ മതി? നമ്മുടെ ശാരീരികമായ കഴിവ് മതി. പക്ഷേ നമ്മൾ ഒരു കാര്യം നേടി അത് വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് എന്ത് വേണം? ആന്തരികമായ പവർ വേണം, അല്ലേ? ക്രിയേറ്റീവ് പവർ വേണം. ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ. നമ്മുടെ ചിന്തയുടെ ക്രിയേറ്റീവ് പവർ, അതായത് സർഗാത്മക ശക്തി, അതിനെ പൂർണ്ണമായും മനസ്സിലാക്കിയാൽ നമുക്ക് നേടാൻ സാധിക്കുന്ന വിജയം വിസ്മയകരമായിരിക്കും. അനുകൂലമായ അവസ്ഥകളെ പോലെ തന്നെ പ്രതികൂലമായ അവസ്ഥകളും നമ്മുടെ മനസ്സ് സൃഷ്ടിക്കാറുണ്ട്. ബോധപൂർവമായോ അല്ലാതെയോ എല്ലാതരം ഇല്ലായ്മകളെയും പരിമിതികളെയും പൊരുത്തക്കേടുകളെയും നമ്മൾ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ സ്വയം അറിയാതെ ഈ പ്രതികൂലാവസ്ഥകളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിലും സദാസമയവും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. മനസ്സിൻ്റെ ഈ നിയമം മറ്റെല്ലാ നിയമങ്ങളെയും പോലെ തന്നെ വ്യക്തി നിരപേക്ഷമാണ്. എന്നാൽ ഇത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ഓരോ വ്യക്തിക്കും അയാൾ സൃഷ്ടിക്കുന്നതെന്തോ അത് കർക്കശതയോടെ കൃത്യമായി നൽകുകയും ചെയ്യുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുന്നു. അതുകൊണ്ട് സമൃദ്ധിയുടെ ഉറവിടം എന്നത് സമൃദ്ധിയുടെ നിയമങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും മനസ്സ് കേവലം സൃഷ്ടാവെന്നതിലുപരി നിലവിലുള്ള എല്ലാറ്റിൻ്റെയും ഏക സൃഷ്ടാവാണെന്ന ബോധ്യവുമാണ് നമുക്ക് വേണ്ടത്. ഒരു കാര്യം സൃഷ്ടിക്കാൻ കഴിയുമെന്ന അറിവ് കൈവരിക്കുകയും അതിന് യോജിച്ച പ്രയത്നത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിന് മുൻപ് യാതൊന്നും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. 50 വർഷം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വിദ്യുച്ഛക്തിയുടെ അളവിൽ അല്പം പോലും വർധനവ് ഇന്നുണ്ടായിട്ടില്ല, ശരിയല്ലേ? എന്നാൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിയമം ഒരാൾ കണ്ടെത്തുന്നത് വരെ നമുക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ നമുക്കത് മനസ്സിലായി. മുഴുവൻ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നത് വൈദ്യുതി ആയി മാറി. സമൃദ്ധിയുടെ നിയമത്തെ സംബന്ധിച്ചും അത് ഇപ്രകാരം തന്നെയാണ്. നമ്മുടെ മനസ്സിനെ നമ്മുടെ വരുതിയിലാക്കണമെങ്കിൽ മനസ്സിൻ്റെ ചായ്വ് അനിവാര്യമായും നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനോടായിരിക്കും. അതുകൊണ്ട് എല്ലാ ശക്തികളുടെയും നേട്ടങ്ങളുടെയും ആസ്തികളുടെയും പൊരുൾ തേടേണ്ടത് നമ്മുടെ ചിന്താരീതിയിലാണ്. ഇത് സത്യമാണ്. കാരണം പ്രവർത്തിക്കാൻ കഴിയുന്നതിന് മുൻപ് നമുക്ക് ആയിരിക്കാൻ കഴിയണം. നമ്മൾ ആയിരിക്കുന്ന പരിധി വരെ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. നമ്മൾ എന്തായിരിക്കുന്നു എന്നതിന് ആധാരം നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ്. നാം സ്വയത്തമാക്കാത്ത ശക്തികൾ നമുക്ക് പ്രകടമാക്കാൻ കഴിയില്ല. ശക്തി നേടിയെടുക്കുന്നതിനുള്ള ഒരേ ഒരു വഴി ശക്തിയെക്കുറിച്ച് ബോധവാനാവുക എന്നതാണ്. എല്ലാ ശക്തിയും നമ്മുടെ ഉള്ളിൽ നിന്നോ വരുന്നതാണ്. അത് മനസ്സിലാക്കാത്ത കാലത്തോളം നമുക്ക് ഒരിക്കലും സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധവാനാകാൻ കഴിയില്ല. നമുക്കുള്ളിൽ ഒരു ലോകമുണ്ട്. ചിന്തകളുടെയും വികാരങ്ങളുടെയും ശക്തിയുടെയും ലോകമാണത്. പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഇടമാണത്. അദൃശ്യങ്ങളാണെങ്കിലും അതിൻ്റെ ശക്തികൾ പ്രബലങ്ങളാണ്. ഉള്ളിലെ ലോകത്തെ ഭരിക്കുന്നത് മനസ്സാണ്. നമ്മൾ ഈ ലോകത്തെ കണ്ടെത്തുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കുമുള്ള കാരണത്തെ ഉള്ളിലെ ലോകം നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാണെന്നതിനാൽ എല്ലാ നിയമങ്ങളുടെയും ശക്തികളുടെയും നിയന്ത്രണവും നമ്മുടെ പക്കലാണ്. വെളിയിലുള്ള ലോകം ഉള്ളിലുള്ള ലോകത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ബാഹ്യലോകത്തിന് ആന്തരിക ലോകവുമായുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണ്? ബാഹ്യലോകം ആന്തരിക ലോകത്തിൻ്റെ പ്രതിഫലനമാണ്. എല്ലാ ആസ്തികളും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു?
എല്ലാ ആസ്തികളുടെയും ആധാരം ബോധമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ബാഹ്യലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് ഒരു വ്യക്തി ബാഹ്യലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വസ്തുനിഷ്ഠ മനസ്സ് മുഖേനയാണ്. അതായത് മസ്തിഷ്കമാണ് ഈ മനസ്സിൻ്റെ അവയവം. നമ്മൾ എങ്ങനെയാണ് ഈ പ്രപഞ്ച മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുക? പ്രപഞ്ച മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഉപബോധ മനസ്സ് വഴിയാണ്. സൗരചക്രമാണ് ആ മനസ്സിൻ്റെ അവയവം. അപ്പോൾ എന്താണ് ഈ പ്രപഞ്ച മനസ്സ്? പ്രപഞ്ച മനസ്സ് എന്നത് ഈ അസ്തിത്വത്തിലേക്കുള്ള ഓരോ അണുവിൻ്റെയും ജീവതത്വമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പ്രപഞ്ച മനസ്സിൽ പ്രവർത്തിക്കാൻ കഴിയുക? ചിന്തിക്കുന്നതിനുള്ള വ്യക്തിയുടെ കഴിവെന്നത് പ്രപഞ്ച മനസ്സിൽ പ്രവർത്തിച്ച് അതിനെ പ്രകാശിപ്പിക്കുന്നതിന് അയാൾക്കുള്ള കഴിവാണ്. അതായത് നമ്മുടെ ചിന്തയ്ക്കാണ് പവർ. അതുകൊണ്ട് നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നോ, എന്ത് കാര്യങ്ങൾക്കാണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ പ്രാധാന്യം, അത് ഫീലിങ്സിനാണ് പ്രാധാന്യം. നമ്മുടെ ഫീലിങ്സ്, പ്രപഞ്ചത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ബോധപൂർവം പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രദ്ധിക്കുക. ഈ നെഗറ്റീവ് ഇമോഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സാഹചര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് വളരെയധികം പ്രാധാന്യം വന്നു. ബോധ മനസ്സാണ് നമ്മുടെ ആദർശങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഒക്കെ ഉറവിടം. അതുകൊണ്ട് തന്നെ ഈ ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് തർക്കിച്ച് ജയിക്കാനൊന്നും കഴിയുകയില്ല. അതുകൊണ്ട് തെറ്റായ നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയാതെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ചെയ്യേണ്ടത് ബോധത്തോടുകൂടെ നമ്മൾ എന്താണോ നെഗറ്റീവായിട്ട് നമ്മൾ കൊടുത്ത നിർദ്ദേശം അതിനെതിരായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മനസ്സിലേക്ക് നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂളാണ് അഫർമേഷൻസ്. അപ്പോൾ ഈ അഫർമേഷൻ നിരന്തരം പറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഉപബോധ മനസ്സ് അത് പതിയെ പതിയെ ക്യാച്ച് ചെയ്യുകയും നമ്മളുടെ ശീലമാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഓൾറെഡി നമുക്ക് നെഗറ്റീവ് സിറ്റുവേഷൻ മറികടക്കാനും ജീവിതം പോസിറ്റീവായി കൊണ്ടുപോകാനും കഴിയും. ഇതാണ് മനസ്സിൻ്റെ നിയമം. ഇങ്ങനെ മനസ്സിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആരോഗ്യവും സമ്പത്തും സമാധാനവും അഭിവൃദ്ധിയും ഒക്കെ നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.